ഹലോ ഫാമിലി, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് എള്ളിൻ്റെ ഗുണങ്ങളാണ് കേട്ടോ പറയാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ദിവസവും എള്ള് കഴിച്ചാൽ എള്ളോളമല്ല ഗുണങ്ങൾ, ഒരു ഇത്തിരിയോളമേ ഉള്ളെങ്കിലും എള്ളിനെ അത്ര നിസ്സാരമായി കാണേണ്ടല്ല. അതിൻ്റെ ഗുണം അറിഞ്ഞാൽ എള്ള് ഒരു സംഭവം തന്നെയാണല്ലോ എന്ന് തോന്നും. കറുത്തത്, വെളുത്തത്, ചുമന്നത്, ഇളം ചുമപ്പുള്ളത് എന്നിങ്ങനെ പ്രധാനമായി 4 തരത്തിലുണ്ട് എള്ള്. എള്ളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എള്ളെണ്ണയാണ് തൈലങ്ങളിൽ ഏറ്റവും നല്ലത്. ഇത് ചർമ്മത്തിനും മുടിക്കും നിശേഷമാണ്. ഔഷധ ആവശ്യങ്ങൾക്കും സോപ്പ് നിർമ്മാണത്തിനും ഉപയോഗിക്കുന്നു. എള്ള് ബുദ്ധി, അഗ്നി, കഫം, പിത്തം എന്നിവകളെ വർദ്ധിപ്പിക്കും. എള്ളെണ്ണ മറ്റു മരുന്നുകൾ കൂട്ടിച്ചേർത്ത് വിധിപ്രകാരം കഴിച്ചാൽ വിവിധ രോഗങ്ങളെ ശമിപ്പിക്കാനുള്ള ശക്തിയുണ്ട്. കുട്ടികൾക്കുള്ള ആഹാരത്തിൽ എള്ള് ചേർക്കുന്നത് വളരെ നല്ലതാണ്. ശരീരത്തിന് ബലവും പുഷ്ടിയും ഉണ്ടാക്കും. മുലപ്പാൽ വർദ്ധിക്കാനും സഹായിക്കുന്നു. എള്ളെണ്ണ ചോറിൽ ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ്. കണ്ണിന് കാഴ്ച, ശരീരത്തിന് പുഷ്ടി, ശക്തി, തേജസ് എന്നിവ വർദ്ധിപ്പിക്കും. ചർമ്മരോഗങ്ങളും വ്രണങ്ങളും നശിപ്പിക്കും. ഞരമ്പുകളെ പുഷ്ടിപ്പെടുത്തും. ചർമ്മത്തിനും മുടിക്കും വിശേഷപ്പെട്ടതാണ്. ശരീരത്തിൽ പ്രൊലാക്റ്റിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾക്ക് എള്ള് പാലിൽ കലക്കി ശർക്കര ചേർത്ത് കഴിക്കുന്നത് ഗുണം ചെയ്യും. എള്ളിൽ ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. പ്രമേഹം ഉള്ളവർക്ക് മറ്റ് എണ്ണകളെ അപേക്ഷിച്ച് അധികം ഭയമില്ലാതെ ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാണ് എള്ളെണ്ണ. എള്ളിൽ പലതരം അമിനോ അമ്ലങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഏകദേശം 20ഓളം അമിനോ അമ്ലങ്ങൾ ചേർന്നാണ് മനുഷ്യ ശരീരത്തിലെ മാംസ്യം. വായുടെയും തൊണ്ടയുടെയും രോഗങ്ങൾക്ക് എള്ള് പ്രതിവിധിയാണ്. എള്ള് കഷായമാക്കി സേവിച്ചാൽ ആർത്തവദോഷം ശമിക്കും. വേദനയോടുകൂടിയ ആർത്തവം അനുഭവപ്പെടുമ്പോൾ എള്ള് പൊടിച്ച് കഴിക്കാം. ഉഷ്ണവീര്യമുള്ള എള്ളിന് ആർത്തവത്തെ ത്വരിതപ്പെടുത്താനുള്ള ശക്തി ഉള്ളതുകൊണ്ട് ഗർഭിണികൾ എള്ള് അധികമായി ഒരിക്കലും ഉപയോഗിക്കരുത്. എള്ളും ശർക്കരയും ദിവസേന കഴിക്കുന്നത് ശരീരത്തിന് നല്ലതാണ്.